ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീണ്ടവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തിക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ അവരോട് സകല ദിവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശു പുരുഷാർത്ഥത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമാണ് നാം വായിച്ചത്. സകലവിധ ദിവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. നാം ബിവിയർ അല്ലെങ്കിൽ ജാഗരൂകരായിരിപ്പിൻ എന്ന ഒരു വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഒന്നാമത്തെ ഭാഗം നാം ചിന്തിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ജീവനുള്ള ദൈവത്തെ തേച്ച് കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത് എന്ന് നാം ചിന്തിച്ചു. ഉണ്ടായിരിക്കാൻ ജാഗ്രതയായിരിപ്പിൻ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞ അതിപ്രധാനമായൊരു വിഷയമാണ് ചിന്തിക്കാൻ പോകുന്നത്. സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ആത്മീയ മണ്ഡലത്തെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ വിഷയമാണ് ദ്രവ്യാഗ്രഹം. ചെറിയവരോ വലിയവരോ എന്നില്ലാതെ ഭൂരിഭാഗം ആളുകളെയും വശീകരിച്ച് വലയ്ക്കുവാൻ സാത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാന ആയുധമാണ് ദൈവാഗ്രഹം അല്ലെങ്കിൽ പണക്കൊതി. പണത്തോളം നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് കർത്താവും അപ്പോസ്തലന്മാരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൊതുവെ മനുഷ്യർ പറയുന്നൊരു വാചകമുണ്ട്. നമ്മുടെ സർക്കിളിലൊക്കെ പറയും, മണി ഈസ് എ ബാഡ് മാസ്റ്റർ ബട്ട് എ ഗുഡ് സെർവൻറ്റ്. പണം ഒരു നല്ല ദാസനാണ്, അതേ സമയത്ത് ചീത്ത യജമാനുമാണ്. ഇത് പറയുമെങ്കിലും നേരെ മറിച്ചാണ് പലപ്പോഴും സംഭവിക്കുക. അല്ലെങ്കിൽ ചീത്ത യജമാനിൻ്റെ കീഴിലാണ് പലരും ഇന്നായിരിക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണ മധ്യേ 2 കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒന്ന്, പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുറന്ന് മോഷിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. 19-ാം വാക്യം മുതലാണെന്ന് തോന്നുന്നു. എന്നിട്ട് വേറെ നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്നും കർത്താവ് പറയുകയുണ്ടായി. വേറൊരു കാര്യം പറയും, 24-ാം വാക്യത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സേവിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിനെ മാത്രമേ നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരേ സമയത്ത് സേവിക്കാനൊക്കെ ഉള്ളൂ. ദൈവത്തെയും മാമോനെയും ഒന്നും സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ. ലൂക്കോസ് സുവിശേഷത്തിലും നമുക്കിത് കാണാം. ഇന്ന് ആത്മീയ ശുശ്രൂഷകളല്ല, ആത്മീയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ വേർപെട്ട സഭകളിൽ രക്ഷിക്കപ്പെട്ടു വന്ന എല്ലാ വ്യക്തികളും ആദ്യമേ ധരിക്കുന്നത് ഇത് പണം കിട്ടാനുള്ള ഒരു മാർഗമാണ്. വളരെ ചുരുക്കം പേര് മാത്രമേ മറിച്ച് ചിന്തിക്കാറുള്ളൂ. വളരെ ചുരുക്കം പേർ. 1 തീമോഥെയോസ് 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നു, അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ദൈവത്തെ സേവിച്ചാൽ ഒരു നാടൻ പഴഞ്ചൊല്ലുള്ള പോലെ കുലുക്കി കുത്തുകാരൻ്റെ ഭാഷ, വെയ് രാജാവൈ 1 വെച്ചാൽ 3 കിട്ടും. ഇന്ന് അതുപോലെ കർത്താവിനെ സേവിച്ചാൽ എല്ലാം കിട്ടും, ലോകത്തുള്ള എല്ലാം കിട്ടും എന്ന് ധരിക്കുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ട് ആത്മീയമുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ ഉപദേശം തന്നെ അതാണല്ലോ. യോഹന്നാൻ ഒരു സഹോദരനെ ഒന്ന് വിഷ് ചെയ്തു.
തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒന്ന് പറഞ്ഞുപോയി തൻ്റെ ഒരു ലേഖനത്തിൽ ഗായസിനോട്. അത് ഒരു തിയോളജിയൊക്കെ ആക്കിയെടുത്ത് ദൈവസമ്പാദനത്തിലുള്ള മാർഗമായി, ലോകത്തിലെ ഉന്നതതകളുടെ മാർഗമായി, ധനസമ്പാദനത്തിലുള്ള മാർഗമായി എടുത്ത പ്രോസ്പെരിറ്റി തിയോളജി ഒരു കുറവും നിനക്കുണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള വ്യാപകമാണ് ആത്മീയ മണ്ഡലത്തിൽ. പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ. കർത്താവ് എന്താണ് പറഞ്ഞത്? സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുകയും. ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ അത് 2000 വർഷം മുൻപ് അപ്പോസ്തലൻ തന്നെ എഴുതി പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചിരിക്കുകയാണ്. കാശുണ്ടാക്കാൻ പണമില്ലാത്തവൻ പിണമാണെന്ന് തെക്കൻ ഭാഗത്തൊരു പഴഞ്ചൊല്ലുണ്ട്. പണം എന്ന് പറഞ്ഞാൽ ശവം. പണമാണ് മുഖ്യം. കാശുണ്ടാക്കുക, ഏത് വഴിയിലും കാശുണ്ടാക്കുക. അതിനുള്ള ബദ്ധപ്പാട് ആത്മീയത എന്ന് പറയുന്നവരിൽ കൂടി വരുന്നു. എന്തുകൊണ്ട് ഈ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. സകലവിധ ദിവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവാൻ, അല്ലെങ്കിൽ അത് തമിഴ് ഭാഷാന്തത്തിൽ എച്ചരിക്കയായിരുന്നു തന്നെ ഉണ്ട്. പിയോസിലും ഞാനത് തന്നെ കണ്ടു. സൂക്ഷിച്ച അല്ലെങ്കിൽ ജാഗ്രതയായി അതിനെതിരെ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുക എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? മാത്രമല്ല, ആദ്യം ഞാൻ 2 കാര്യം പറഞ്ഞിരുന്നല്ലോ. ദൈവത്തെയും മാമോനെ സേവിക്കാൻ പറ്റുകയില്ല ഒരേപോലെ ഒരേ സമയം. മാത്രമല്ല, എവിടെ നിക്ഷേപം സ്വരൂപിക്കണം. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? ചില കാര്യങ്ങൾ ആ ബന്ധത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അതിനെ സൂക്ഷിച്ചൊഴിയണം? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദൈവത്തിന് ചിന്തിക്കാം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഈ വിഷയ സംബന്ധിയാണ്. അതിൽ നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യം, അതിന് യുക്തിസഹമായിട്ട് അപ്പോസ്തലൻ പറയുന്നു. നമ്മൾ ഇങ്ങോട്ടൊന്നും 7-ാം വാക്യത്തിൽ ഇങ്ങോട്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഒന്നും കൊണ്ടുപോകത്തുമില്ല. നമ്മൾ പോകുമ്പോൾ ഒഴിഞ്ഞ കൈയോടെ പോകത്തുള്ളൂ. മാത്രമല്ല, 8-ാം വാക്യത്തിൽ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ എന്ന് പറയുന്നു. പിന്നെ 9-ാം വാക്യത്തിൽ ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. പണം തെറ്റല്ല, പണം ഉള്ളതും തെറ്റല്ല. പക്ഷേ ധനവാനാകാൻ ആഗ്രഹിക്കുന്നവൻ മൗഢ്യവും മൂഢത നിറഞ്ഞ ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി പോവും. ഇതാ പ്രശ്നം. എന്നിട്ട് ആദ്യം കഴിഞ്ഞ് ഞാൻ അതും അങ്ങ് പിടിക്കുകയാണ്. 10-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. 3 കാര്യങ്ങൾ അപ്പോസ്തലനോട് പറഞ്ഞു. എന്തുകൊണ്ട് ദൈവാഗ്രഹം വിട്ടോടണം, അല്ലെങ്കിൽ അതിനെതിരെ ദൈവാഗ്രഹത്തിനെതിരെ ജാഗരൂകരായിരിക്കണം? എന്താണ് കാരണം? പൗലോസ് 10-ാം വാക്യത്തിൽ 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. 1, സകലവിധ ദോഷത്തിനും മൂല കാരണമാണ് ദൈവാഗ്രഹം. എല്ലാ ദോഷത്തിനും, അത് ഏതായാലും ശരി, സകല ദോഷകരമായ സകലത്തെ, അല്ലെങ്കിൽ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്ന് ഇംഗ്ലീഷ് കാണുന്നു. ലവ് ഓഫ് മണി, പണത്തോടുള്ള സ്നേഹം, പണത്തോടുള്ള പ്രേമം സകല തിന്മയ്ക്കും മൂല കാരണം. ഇന്ന് നാം ആത്മീയ മണ്ഡലത്തിൽ കാണുന്നത് എന്താണ്?
കാശുണ്ടാക്കാനുള്ള എത്രയോ നീചവും നിഷ്ഠവുമായ രീതികൾ, പ്രവൃത്തികൾ. അങ്ങനെ പല ഉദാഹരണങ്ങൾ സഹിതം എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ അതങ്ങ് മാറ്റിവെക്കുന്നു. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുമല്ലോ. പ്രസംഗിച്ചാൽ, ഒരുത്തനെ പ്രസംഗത്തിന് വിളിച്ചാൽ ഒരു പ്രാവശ്യം കൊടുക്കുന്ന കാശ് കുറഞ്ഞു പോയാൽ അടുത്ത പ്രാവശ്യം വരത്തില്ല. എന്താ ക്ഷണിച്ചാൽ വരുമെന്ന് പറയും. തക്ക സമയമാകുമ്പോൾ ഒരറിയിപ്പ്, എനിക്ക് വളരെ അസൗകര്യമുണ്ട്, ഞാൻ വരത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം തലേ പ്രാവശ്യം കൊടുത്ത കാശ് കുറഞ്ഞു പോയി. എന്താണത്? ഇത് ആത്മീയമണ്ഡലത്തിൽ കാണുന്ന കാര്യമാണ്. പിന്നെ റേറ്റ് പറഞ്ഞ് പ്രസംഗത്തിന് വരുന്ന ആളുകൾ ഒരു ലിസ്റ്റ് നേരത്തെ ഇങ്ങ് കൊടുക്കും. ഇതെന്തിനെ കാണിക്കുന്നു? ദോഷമല്ലേ? നീണ്ട പട്ടിക, ഏത് രീതിയിലുള്ള അക്കോമഡേഷൻ വേണം, എങ്ങനെയുള്ള ഭക്ഷണം വേണം, എത്ര രൂപ പോകുമ്പോൾ ഏത് തരത്തിൽ ടിക്കറ്റ് എടുക്കണം, എത്ര രൂപ പോക്കറ്റ് മണി വേണം, ഇത് പറയുന്നില്ലേ യേശുവിനെ പ്രസംഗിക്കാൻ? അതാ സങ്കടം. അരക്കാശിന് മൂലില്ലാതെ, തലചായ്പാനും സ്ഥലമില്ലാതെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുവിനെ പ്രസംഗിക്കാൻ ഇവൻ എന്തോ ആണെന്ന ധാരണ എന്തോ ഉണ്ട് അവൻ്റെ കയ്യിൽ. സകല ദോഷവും എല്ലാം കാശിന് വേണ്ടി. ഒന്ന്, അത് ഞാൻ അങ്ങ് വിശദമാക്കുന്നില്ല, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. രണ്ട്, ഇത് ചിലർ കാക്ഷിച്ചാൽ എന്തു വരും? വിശ്വാസം വിട്ട് ഒഴിലും, അല്ലെങ്കിൽ വിശ്വാസം വിടും. പണക്കൊതി ഉള്ളിൽ കയറിയാൽ വിശ്വാസം തന്നെ അങ്ങ് പൊക്കോളും. പിന്നെ വിശ്വാസത്തിന് സ്ഥാനമില്ല, ആശ്രയത്തിന് സ്ഥാനമില്ല. ദൈവത്തിൽ ആശ്രയിക്കണ്ടല്ലോ, പിന്നെ പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ് നോക്കുന്നത്. ദുഃഖകരവും നികൃഷ്ടവുമായ നിരവധി പ്രവൃത്തികൾ കാണുന്നില്ലേ? മാത്രമല്ല, വിശ്വാസം വിട്ടാൽ പിന്നെ എന്താ സംഭവിക്കുന്ന അർത്ഥം കാണുന്നുണ്ട്. ഉഴലുന്നോ, ഉഴൽറ്റ, സ്വസ്ഥത നഷ്ടപ്പെട്ടു. പണ്ടൊരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്, 99 കണ്ടവൻ ഉപ്പും മുളകും കൂട്ടി തിന്നത്തില്ലെന്ന്. ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ട വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവാനന്ദ ശുശ്രൂഷിക്കുന്നതിന് പകരം അങ്ങനെ പഴഞ്ചൊല്ലുകളായി പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. 99 കണ്ടു, പിന്നെ ഉപ്പും മുളകും വേണ്ട, പിന്നെ കൂട്ടാനാ ശ്രമം. ദൈവം തരികയില്ല, ഞാൻ ശ്രമിച്ചെങ്കിലേ പറ്റുള്ളൂ എന്ന നിലയിലാണ്. മാത്രമല്ല, അടുത്ത വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അപ്പോസ്തലൻ പറഞ്ഞു, ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീരുവെന്നല്ല, അന്നത്തെ കാലത്ത് തന്നെ ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വിശ്വാസമുള്ളിടത്ത് സമാധാനമുണ്ട്, വിശ്വാസമുള്ളിടത്ത് സ്വസ്ഥതയുണ്ട്, ദൈവാശ്രയമുള്ളിടത്ത് ഏത് കാര്യത്തിലും ശാന്തതയുണ്ട്. തികഞ്ഞ കൊടുങ്കാറ്റിന് നടുവിലും തികഞ്ഞ ശാന്തത അനുഭവിക്കും ദൈവാശ്രയമുള്ളവർ. എന്നാൽ ഇന്ന് കാണുന്നത് എന്താ? അന്നത്തെ പോലെ തന്നെ ഇത് ചിലർ കാക്ഷിച്ച്, ഏത് ദൈവാഗ്രഹം കാക്ഷിച്ച് വിശ്വാസം വിട്ടെഴുന്നത് മാത്രമല്ല, ബഹു ദുഃഖങ്ങൾക്ക്, കാരണം അസംഖ്യം ദുഃഖങ്ങൾക്ക് അതിൻ്റെയായിത്തീർന്നു. ഇതാ അനുഭവം. ദൈവാഗ്രഹം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ഇതാ സ്ഥിതി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. മാത്രമല്ല, എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ വേറൊരു കാര്യം കൂടെ തറപ്പിച്ച് പറയുന്നുണ്ട്. ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദിവ്യാഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനത്തിൽ ആരാധിയായ ദിവ്യാഗ്രഹി, ദിവ്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ അവൻ വിഗ്രഹാരാധിയായി, ക്രിസ്തുവിനെ ആരാധിക്കുകയല്ല. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും പോയി.
പിന്നെ അവൻ വിഗ്രഹാരാധിക, അവൻ അന്യദൈവത്തെ അല്ലെങ്കിൽ മാമോനെ സേവിക്കുന്ന. എന്നിട്ട് എടുത്തു പറഞ്ഞു, അവന് ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. മറ്റു പലരുണ്ട്, ദുർനടപ്പുകാരൻ, അശുദ്ധൻ. അപ്പൊ ഇവനും അവിടെ അവകാശമില്ല. അപ്പോ ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കാൻ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന, കർത്താവിൻ്റെ നാമത്തെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോട്ടൻ മിഷൻ, സ്വത്രകാഴ്ച നോട്ടൻ എന്ന മെഷീൻ വാങ്ങിച്ചു വച്ചിരിക്കുന്ന, അങ്ങനെ സ്വത്രകാഴ്ച എണ്ണുന്ന ആളുകൾ, വലിയത് കൊടുക്കാൻ പറയുന്ന ആളുകൾ, അവർക്ക് വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. കാരണം അവൻ വിഗ്രഹാരാധിയാണ്. ഇത് എൻ്റെ സ്വന്തം വാക്കല്ല. ആ പാസ്റ്റർ ജോർജ് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവചനമാണ്. ദൈവവചനം പറയുന്നു വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹിക്ക് ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവർ പങ്കുപോരുമില്ല. എത്ര വ്യക്തമാണ് ദൈവവചനം. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങേണ്ട, ഈ ദിവ്യാഗ്രഹം നമ്മുടെ അകത്ത് കയറിയാൽ, എൻ്റെ വിഷയം ഇതാണല്ലോ, എന്തുകൊണ്ട് ഇത് സൂക്ഷിച്ചൊഴിയണം, എന്തുകൊണ്ട് ദൈവാഗ്രഹം സകലവിധ ദൈവാഗ്രഹവും സൂക്ഷിച്ചൊഴിയണം എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ചാൽ, 16-ാം വാക്യത്തിൽ അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസനം കിട്ടി. അനീതിയുടെ കൂലി കൊതിച്ചു. ആര്? ബിലിയാമിനെ കുറിച്ച്. അവിടെ 15-ാം വാക്യത്തിൽ ബിലിയാമിനെ കുറിച്ചാണ് പറയുന്നത്. അവനെ അനീതിയുടെ കൂലി കൊതിച്ചു. എന്താണ്? ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ ബാലാക്ക് ആളയച്ചപ്പോൾ ആദ്യം പോകില്ലെന്ന് പറഞ്ഞവൻ അതിൻ്റെ കാരണവും പറഞ്ഞു, ദൈവം എന്നെ അനുവദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് വരാൻ മനസ്സുണ്ടെന്നാണ്. യൂദാ 11 കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. ഇവിടെ ബിലിയാമിൻ്റെ അനീതിയുടെ കൂലി എന്ന് പത്രോസ് പറഞ്ഞെങ്കിൽ യൂദാ പറഞ്ഞു വഞ്ചനയെന്ന്. അപ്പോൾ ബിലിയാം കാണിച്ചത് വഞ്ചനയാണ്. അനീതിയുടെ കൂലി കൊതിച്ച് വഞ്ചന, ദൈവത്തോട് വഞ്ചന കാണിക്കുക. പലരും ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഈ ആത്മീയ മണ്ഡലത്തിലെ വേദപുസ്തകത്തിലെ ഇങ്ങനെയുള്ള പല ഫിഗേഴ്സിനെയും നമുക്ക് കാണാം. ലോകത്തിൻ്റെ പറയുക, ലോകത്ത് നീരോട്ടമുള്ള സോതോം പ്രദേശമൊക്കെ നോക്കി സോതോമിന് നേരെ കൂടാരം അടിച്ച് പിന്നെ സോതോമിലായി. അവസാനം അവിടെ VIP ആയി. പക്ഷേ പിന്നെ അവസാനം വെറും കയ്യോടെ സ്വതം വിട്ടു പോകേണ്ടി വന്നല്ലോ. അവൻ്റെ അന്ത്യം ഭയാനകം. പോട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല, പിന്നെ നമ്മൾ കാണുമ്പോൾ വേറെ ആക്കാനെ നമുക്ക് കാണാം. ഒരു യുദ്ധത്തിന് പോയതാണ്. അപ്പോൾ യുദ്ധത്തിന് പോയപ്പോൾ ശപഥാർപ്പിത വസ്തുക്കൾ ചിലത് കണ്ട് മോഹിച്ചെടുത്ത് കുഴിച്ചിട്ട് പിന്നെ അവനുണ്ടായെന്ന് നമുക്കറിയാമല്ലോ. മാത്രമല്ല, കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രവാചകൻ്റെ മത്സര ശിഷ്യനുണ്ട്, ശുശ്രൂഷകനുണ്ടായിരുന്നു, KSC. അവനും അതുപോലെ തന്നെ നയമാനെ പുറകെ പോയി 1 ചോദിച്ചപ്പോൾ 2 കിട്ടി. ബിലിയാം കൂലി കൊതിച്ച പോലെ, അനീതിയുടെ കൂലി കൊതിച്ച പോലെ അവൻ ആഗ്രഹിച്ചു, കിട്ടി. ചോദിച്ചാൽ ഇരട്ടി കിട്ടി. പക്ഷേ അവൻ പ്രതീക്ഷിക്കാത്ത ഒന്നുകൂടെ കിട്ടി അവന്. അവന് മാത്രമല്ല എൻ്റെ സന്തതിക്കും കുഷ്ഠരോഗം വ്യാപിച്ചു. പുതിയ നിയമത്തിൽ അന്യാസിനെയും സഫീരെയും നമുക്ക് പരിചയമുണ്ടല്ലോ. ഒരുത്തനെ കൃപാവരം കിട്ടാൻ പത്രോസിന് പണക്കിഴിയുമായിട്ട് വന്നു. അവനെ ശാസിച്ചു. ഇന്നത്തെ അഭിനവ പത്രോസുമാരാണെങ്കിൽ 2 കിന്നിട്ട് സ്വീകരിച്ചതിന്. വേറൊരു പുള്ളിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞ തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ, ഏമാസ് അവൻ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഇങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ ഈ കൂലി കൊതിച്ച ദൈവത്തിന് വിരുദ്ധമായി
അനീതിയുടെ കൂലി ചോദിച്ച ഒത്തിരി കഥാപാത്രങ്ങളെ പുസ്തകത്തിൽ കാണും. പൗലോസും പറഞ്ഞത് ചിലരത് കാക്ഷിച്ച് ബഹു ദുഃഖങ്ങൾക്ക് അതിൻ്റെ ആയി കഴിഞ്ഞു. കാരണം വിശ്വാസം പോയി. ഇന്നും നമ്മുടെ ചുറ്റും ഇത് തന്നെയല്ലേ കാണുന്നത്. നമുക്ക് ഏതാണ് വലുത്? കർത്താവിലുള്ള വിശ്വാസമോ അതോ കിട്ടിയ അവസരത്തിൽ 10 കാശുണ്ടാക്കലോ? പിശാച് എന്നോടും വ്യക്തിപരമായ ജീവിതത്തിൽ തന്ത്രപരമായിട്ട് സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത അനേക സന്ദർഭങ്ങളുണ്ട്. കിട്ടിയ സമയം പാഴാക്കരുത്, കിട്ടിയ സമയം പ്രയോജനപ്പെടുത്തുക. പക്ഷേ എൻ്റെ ദർശനത്തിൽ ഞാൻ നിന്നതുകൊണ്ട് അതിലൊന്നും വീഴാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ കൃപ, എന്നോടുള്ള അളവറ്റ കൃപ, അത് മാത്രമേ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. എനിക്ക് എൻ്റെ മട്ടും ഭാവം കണ്ട്, അതായത് ആരോടും ഒന്നും ചോദിക്കത്തില്ല, മാത്രമല്ല ഇല്ലെങ്കിൽ ആരോടും പറയുകയില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വേഷവും ഭാവം കാണുമ്പോൾ കൊണ്ടുപോകാൻ ചിലർ പറഞ്ഞു ആൾക്ക് സ്വിസ് ബാങ്കിൽ ഭയങ്കര ഡെപ്പോസിറ്റ് ഉണ്ടോ. അപ്പോഴും ഞാൻ വേണ്ടിയില്ല. കർത്താവ് ഇന്ന് നടത്തി ജോർജ് മുള്ളർ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ബാങ്കിൽ ഒരിക്കലും ഒതുങ്ങാത്ത നിക്ഷേപമുണ്ട്, പലപ്പോഴായി 1,00,000 പൗണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്ന് താൻ ആ അനുഭവത്തിൽ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ യഥാർത്ഥ വിശ്വാസമുള്ളവൻ ഇതിനൊന്നും നിൽക്കുകയില്ല, വിശ്വാസം വിട്ടുകൊള്ളത്തില്ല. അപ്പോൾ ഇങ്ങനെ ദിവ്യാഗ്രഹത്തിന് പുറകെ പോയാൽ അവന് ക്രിസ്തുവിൻ്റെ രാജ്യത്ത് പങ്കില്ല. വിശ്വാസം വിട്ടുകൊള്ളുന്നത് മാത്രമല്ല അനീതയുടെ കൂലി ചോദിച്ച് ദൈവഹിതത്തിന് വിരുദ്ധമായി നാം നീങ്ങും. അവിടെ ദൈവക്ഷത്തിന് സ്ഥാനമില്ല. സ്വന്തം വഴി മാത്രമല്ല മറ്റൊരു കാര്യം കൊണ്ട് അങ്ങനെ നാം നീങ്ങുമ്പോൾ നാം അനേകരെ തെറ്റിക്കും. ബലയാം ബാലാക്കിൻ്റെ ദൂതന്മാരുടെ കൂടെ പോയി. അവൻ വിചാരിച്ചതൊന്നും നടന്നില്ലെങ്കിലും സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ബാലാക്കിന് ബിലയാം ചിലതങ്ങ് ഉപദേശിച്ചു കൊടുത്തു, നീ ഇങ്ങനെ ചെയ്താൽ മതി. പച്ചയ്ക്ക് അവൻ ദോഷം ചെയ്തോ? ഇല്ലല്ലോ. അവൻ്റെ ഉപദേശം കൊണ്ട് ഇസ്രായേലിൽ ആയുധങ്ങൾ അതിൻ്റെ ഫലമായി ഇസ്രായേലിൽ ആയുധങ്ങൾ മരിച്ചു വീണ്ടു വന്നു. അവരുടെ ഈ തനിച്ചു പറക്കുന്ന ജനമെന്നുള്ള ആ വിശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നാം മാത്രമല്ല മറ്റനേകരെ തെറ്റി. മാത്രമല്ല പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ ആ 2-ാം അധ്യായത്തിൽ തന്നെ വേറൊരു നല്ല വാക്യമുണ്ട്. 2-ാം അധ്യായം 2-ാം വാക്യം, 2 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യം. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദിവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദിവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും, കച്ചവട ചരക്കാക്കുന്നു. ഇന്നതല്ലേ കാണുന്നേ? സഭകളിൽ നുഴഞ്ഞു കയറി തന്ത്രപരമായി അല്പസ്വല്പം ആസ്തിയോ ഭൗതികമായ സാഹചര്യങ്ങളോ ഉള്ള വിശ്വാസികളെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് വലിച്ചോട്ട് പോകുന്ന എത്രയെത്ര ആളുകൾ. പല സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട്. കച്ചവട ചരക്കാക്കുന്ന, നന്നാക്കാനല്ല, ദൈവസ്ഥൽ കൊണ്ടെത്തിക്കാനുമല്ല, തങ്ങളുടെ കാര്യം നടക്കണം. പ്രസംഗം കച്ചവട ചരക്ക്, പ്രവചനം കച്ചവട ചരക്ക്, ഗ്രൂപ്പിസം ആളുകൂട്ടൽ, പണം ഉണ്ടാക്കാൻ, വിദേശ യാത്രകൾ, കച്ചവടത്തിന് എന്തെല്ലാം വിക്രിയകൾ ദൈവദിനം എന്നുള്ളവർ കാണിക്കുന്നു. ലജ്ജാകരം. എന്നിട്ട് കർത്താവായ യേശുവിനെ എഴുതിയിരിക്കുന്ന ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. വാസ്തവത്തിൽ നടക്കുന്നതല്ലേ? എന്തെല്ലാം കഥകൾ ദിവസവും നാം കേൾക്കുന്നു. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കുക. അവൻ്റെ ജീവിതം മറ്റനേകരുടെ ജീവിതത്തെ സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഈ ആഘാത തന്ത്രങ്ങൾ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ദൈവജനത്തെ നശിപ്പിക്കുന്ന പ്രവണത നാം ഇത് കാണുന്നില്ല. ഇതിനെക്കുറിച്ച് ഇന്ന് കാണിക്കുന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞാൽ പുറത്ത്
പുറത്ത് പച്ചയ്ക്ക് പറയണ്ടല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ വചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറേയേറെ കാര്യങ്ങൾ ഈ സമയത്ത് സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് സന്ദർഭവശാൽ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ എവിടെ ആരാധനയ്ക്ക് കൂടുന്നുണ്ട്, ഏത് സഭയിലാണ് കൂടുന്നത്? പലരെക്കുറിച്ചും പലതും കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് എന്നോട് ഞാൻ അല്പം ദൂരെയുള്ള ഒരാളാണ്. 2-3 കാര്യങ്ങൾ ഞാൻ ആ വ്യക്തിയോട് ഉടനെ പറഞ്ഞു. ഒന്ന്, പണത്തെക്കുറിച്ച് ഒരു വാക്കും സൂചിപ്പിക്കാത്ത ഒരു സഭ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ പണം കൊടുക്കണം, കർത്താവിന് വിലയ്ക്ക് മനസ്സുപോലെ കൊടുക്കുക. എപ്പോഴും സ്വോത്രകാഴ്ച എടുത്താലും പണത്തെക്കുറിച്ച് മാത്രമല്ല, ഏത് സ്വോത്രകാഴ്ചയാണ്, യോഗത്തിന് പോയാലും കൺവെൻഷന് പോയാലും നിങ്ങളുടെ കയ്യിലുള്ളതിലും വലുതിടണം. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ അവരിട്ടോളും, നീ എന്തിനാ ഇടിക്കുന്നേ? അപ്പോൾ പണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാത്ത, അതിന് പ്രധാന സ്ഥാനം കൊടുക്കാത്ത ഒരു ദൈവദാസനോട് ചേർന്നിരിക്കുക. 2, ദൈവവചനത്തിൻ്റെ അതിര് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്ത ഒരാളിനോട് ചേർന്നിരിക്കുക. ഇന്ന് കാണുന്നത് എന്താ? ദൈവത്തെ കൂടിയേർത്ത് കഥകൾ മെനഞ്ഞ് കെട്ടുകഥയും തമാശയും നേരം പോക്കും പരദൂഷണവും ഇന്നതല്ലേ കാണുന്നത്. ഞാൻ തീർത്തോളം ദൈവവചനത്തിൻ്റെ അതിര് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെയുള്ള ഒരാളോട് ചേർന്നിരിക്കുക. 3, ഞാൻ എന്ന് പറയുന്ന ആളോട് ചേരരുത്. അങ്ങനെ തന്നെക്കുറിച്ച് തന്നെ ഒന്നും സംസാരിക്കാത്ത ഒരു ദൈവദാസനോട് ചേർന്നിരിക്കുക. അതല്ലല്ലോ, ഞാൻ പോയപ്പോൾ, ഞാൻ കൈവച്ചപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും നടന്നില്ല. ഇത് ജഡത്തിൻ്റെ കളിയാ, ഇത് കാശുണ്ടാക്കാനാ, ജനത്തെ കച്ചവടച്ചരക്കാക്കുക. സോഷ്യൽ മീഡിയയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇത് കർത്താവിൻ്റെ സാക്ഷി. ദൈവനാമം മഹത്വപ്പെടുന്ന പലരും ധരിക്കുക ഇല്ല, ദൈവനാമത്തിന് അപമാനമാണ്. വാസ്തവം പറഞ്ഞാൽ പുറത്തുള്ളവർ ചിരിക്കുക. ഒരു കാലത്ത് ദൈവദാസന്മാർ ദൈവത്തിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് അവർ ശുശ്രൂഷിക്കുമ്പോൾ, അവർ പ്രസംഗിക്കുമ്പോൾ പിശാച് പറയ്ക്കുമായിരുന്നു. കിലോമീറ്ററുകൾ അകലെ അന്യ സ്ഥലത്ത് വെച്ച് പിശാച് അലറി ഓടിയിട്ടുണ്ട്. ഇന്നോ പിശാചിനെ പുറത്താക്കുന്ന ബിസിനസ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. കാരണം വിശ്വാസം പോയല്ലോ, കർത്താവ് പോയല്ലോ, ഇപ്പൊ അവൻ്റെ നാമം ഉപയോഗിക്കല്ലേ. അങ്ങേറ്റം ദുഃഖാരം. ചുമ്മാ വെറുതെ അല്ല, കർത്താവാഴ്ച പറഞ്ഞ സകലവിധ ദൈവാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. കാരണം ദൈവാഗ്രഹയുടെ നിത്യതയെ തന്നെ അത് ബാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഈ പത്രോസിലേഖനം 2-3 വാക്യത്തിൽ തെളിച്ചു പറഞ്ഞ അടുത്ത വാക്യം, കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുമെന്ന് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നു, അവരുടെ പൂർവ്വകാലം മുതലുള്ള ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഇങ്ങനെ ചെയ്യുന്നവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ദൈവമേ, നാം എത്രയും ഭയപ്പെടണം. ഞാൻ പൗലോസിൻ്റെ കാലത്തില്ലായിരുന്നല്ലോ പലരും വളരെ വലിയ വായിൽ ഉണ്ടായിരുന്ന പൗലോസ് ഉപേക്ഷിച്ച ധനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കണ്ടമാനം ഉണ്ടായിരുന്നു നോക്കി. ആ പൗലോസ് പറഞ്ഞത് ഉണ്ണാനും കൊടുക്കാനും ഉണ്ട്, മതിയെന്ന് വെപ്പിന്ന് പോട്ടെ. ഒരു ചെറിയ വീടോ ഒരു ചെറിയ വാഹനമോ കുഞ്ഞുങ്ങൾക്ക് ജോലിയോ ഒക്കെ സാരമില്ല, ആയിക്കോട്ടെ. ദൈവം തന്നു. നേരായ മാർഗത്തിൽ കൂടെ അല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടെ എന്തുണ്ടാക്കാൻ ശ്രമിച്ചാലും, പ്രവചിച്ച് കാശുണ്ടാക്കാൻ ശ്രമിച്ചാലും, പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ ശ്രമിച്ചാലും വളഞ്ഞ വഴിയാണെന്നാണ് ഞാൻ പറയുക. ഞാനീ പറയുന്നത് 55 വർഷത്തെ ശുശ്രൂഷ, അതിൽ 53 വർഷത്തെ ശുശ്രൂഷ അനുഭവത്തിൽ നിന്നാണ്. മാത്രമല്ല വാക്കുകളെയാണ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ദൈവാഗ്രഹം വിട്ടൊഴിയണം? സകലവിധ ദൈവാഗ്രഹവും വിട്ടൊഴിയണമെന്ന് പറഞ്ഞു. ഒന്ന്, അത് സകലവിധ ദോഷത്തിനും മൂലം. മാത്രമല്ല ഇത് കാക്ഷിച്ചാൽ വിശ്വാസം വിട്ട് ഉഴലും. അതുമാത്രമല്ല ബഹുദുഃഖങ്ങൾക്ക് നാം അധീനരാകും. അനേക ദുഃഖങ്ങളിലാകപ്പെടും. മാത്രമല്ല
നാലാമത് എഫെസ്യൻസ് ഞാൻ വായിച്ചല്ലോ, അവർക്ക് ആർക്കും ദ്രവ്യാഗ്രഹിയെ വിഗ്രഹാരാധിയായിട്ടാണ് ദൈവദിനം കാണുന്നത്. ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പോരട്ടെ എന്ന് ചിന്തിക്കും. പക്ഷേ വിഗ്രഹാരാധിയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, അവന് ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ പങ്കില്ലെന്ന്. ഇവിടെ പങ്കുണ്ടായിരിക്കും. എത്ര പ്രസിദ്ധനാണേലും ദൈവദിനം പറയുന്നവന് പങ്കില്ലെന്ന്. മാത്രമല്ല, ദൈവഹിതത്തിന് വിരുദ്ധമായി നാം നീങ്ങും. നാം തെറ്റും, മറ്റനേകരെ തെറ്റിക്കും. മാത്രമല്ല, ദിവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് അനേകരെ വാണിഭമാക്കും. ഈ ശുശ്രൂഷ ക്രിസ്തീയ പ്രവൃത്തി കച്ചവട ചരക്കാക്കി മാറ്റും. അവർക്ക് ന്യായവിധി വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒഴിഞ്ഞോണേ, സൂക്ഷിച്ച് ഒഴിഞ്ഞോ, നിങ്ങളെല്ലാവരും സകലവ ദൈവാഗ്രഹം വിട്ട് ഒഴിഞ്ഞോ, മാമോനെ സേവിക്കാൻ പോലെ. മാത്രമല്ല, പിന്നെ പൗലോസ് പറഞ്ഞത് എന്താണ്? 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10-ാം വാക്യം വരെ പണക്കൊതിയുടെ അപകടം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? നീയോ ദൈവത്തിൻ്റെ മനുഷ്യയല്ലോവേ, അത് വിട്ടോടി. നീ പിന്തുടരേണ്ടത് അവിടെ പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യയല്ലോവേ, അത് വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അവിടെ തീമോഥെയോസിനെ വിളിക്കാൻ ദൈവത്തിൻ്റെ മനുഷ്യയല്ലോവേ, മാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മനുഷ്യൻ. ഇന്ന് മാൻ ഓഫ് ഗോഡ് എന്നൊക്കെ പൊക്കിക്കൊണ്ട് നടക്കും. വെറുതെയാ. ഇവനൊക്കെ പിശാചിന്റെ ദാസന്മാരാ. ദൈവത്തിൻ്റെ ദാസൻ അത് വിട്ടോടുന്നല്ല. തീമോഥെയോസിനോട് പറയുന്നു, ദൈവത്തിൻ്റെ ദാസനായുള്ളവേ, അത് വിട്ടോടി. എന്തൊക്കെ പിൻപറ്റിക്കണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ദൈവത്തിൻ്റെ മനുഷ്യൻ ഇതാ പിന്തുടരുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞു, സകലവ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞു, ദൂരെ മാറിക്കോ. അപ്പോസ്തലൻ പറഞ്ഞു, അത് വിട്ട്. ഇംഗ്ലീഷ് അതിനെ ഫ്ലീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലീ, FLEE. അപ്പോൾ ഫ്ലീ എന്ന് പറയുമ്പോൾ ഓടിപ്പോവുക, ഓടി രക്ഷപ്പെടുക. ദൈവത്തിൻ്റെ മനുഷ്യനെ, അല്ലെങ്കിൽ ദൈവമനുഷ്യനായിട്ടുള്ളവേ, ദൈവത്തിൻ്റെ മനുഷ്യൻ ഇതിൽ നിന്ന് ഓടും, അവൻ നിന്ന് രക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു പഴയ പാട്ട് ശ്രദ്ധിച്ചു. ഇപ്പം ആരും പാടത്തില്ല. അത് മാത്രമല്ല, ഞാൻ രസകരമായി എനിക്ക് തോന്നി, പാട്ടുകാരാണ്ടൊക്കെ YouTube പാടിയിട്ടുണ്ട്. അവരാരും ആ അടി പാടിയില്ല. മാറരുതേ മുഖം മറക്കരുതെന്നൊരു പഴയ പാട്ടുണ്ട്. അത് ജീവിതം യേശുവേ തിരിഹിതമ്പോൾ, എൻ്റെ 1ാമത്തെ സ്ഥാൻസാദ, ജീവിതം യേശുവേ തിരിഹിതമ്പോൾ നടത്തുവാനായി തന്നെ വരുന്ന രീതിയിൽ. എന്നിട്ട് അടുത്ത വാക്കിതാണ്, കടത്തരുതൊന്മന ചിന്തകളിൽ നശിപ്പിക്കും പണക്കൊതിയിൻ അലകൾ. കർത്താവേ, എൻ്റെ മനസ്സിൽ പണക്കൊതിയുടെ അലകൾ കടത്തരുതേ, അതിനെ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യം കർത്താവിനറിയാം. നമ്മുടെ ആവശ്യം കർത്താവിനറിയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ വഴിയിലിട്ടിട്ടില്ല. ധാരാളം വെല്ലുവിളികളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് വിശ്വസ്തൻ. എന്നെ ചതിച്ചവർ അനേകരുണ്ട്, അവരാരും ശുഭമായിട്ടില്ല. കർത്താവ് ഇന്നു വരെ ദോഷം വരുത്തിയിട്ടുമില്ല. ഒരിക്കൽ എന്നോട് എൻ്റെ ദൈവം ചോദിച്ചത്, ഞാൻ യൂട്യൂബിൽ പങ്കുവെച്ചിരുന്ന എൻ്റെ ഓർമ്മ, എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ, നിനക്ക് എന്ത് വേണം? വിശ്വാസം വേണോ, പണം വേണോ? ദൈവസ്ഥൽ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് പറഞ്ഞ്, കർത്താവേ, എനിക്ക് എൻ്റെ വിശ്വാസം മതി. കൃപയാൽ ഇന്നയോളം അത് സൂക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. പണം ഉണ്ടാക്കാൻ ഈ വളഞ്ഞ വഴി കൂടെ പണം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ കുറേയൊക്കെ ഉണ്ടാക്കായിരുന്നു. നമ്മുടെ കൈ മല്ലമാകരുത്. ദൈവത്തിൻ്റെ മനുഷ്യയല്ലോവേ, അത് വിട്ടുകൊടുക്കുക. സകലവ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞു. എന്തുകൊണ്ട്? നാം 6 കാര്യങ്ങൾ ചിന്തിച്ചു. ദ്രവ്യാഗ്രഹിയെങ്കിൽ ഒന്നിനൊന്നിനെ കൂട്ടാനാണ് ശ്രമമെങ്കിൽ
നമുക്കൊരു രാജ്യത്തിൽ സ്ഥാനമില്ല. നമ്മെ ദൈവം കണക്കാക്കുന്ന വിഗ്രഹ ആരാധിയായിട്ടാണ്. അത് വരാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കാം. സകല ദൈവാഗ്രഹത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കാം. അത് വിട്ടൊഴിയാം. ദൈവത്തിന് ആത്മാവ് അത് നമ്മെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും, നമ്മെ വഴിതെറ്റിക്കും, നമ്മെ തളർത്തും. അത് നമുക്ക് വരരുത്. 2 പത്രോസിൽ നാം വായിച്ചു നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം അവർക്കാകാത്ത ദിവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കുന്ന എല്ലാവർക്കും ശിക്ഷാവിധി ഉറപ്പെന്ന് വേദപുസ്തകം പറയുന്നു. നമുക്കത് വരാതിരിപ്പാൻ ഭയപ്പെടാം, സൂക്ഷിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകലവും ദിവ്യാഗ്രഹവും സൂക്ഷിച്ച ഒഴിഞ്ഞുകൊള്ളുവിനെന്ന് അവിടുന്ന് അറിയിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ കൽപ്പമായി ചിന്തിപ്പാൻ സഹായിച്ചല്ലോ. കർത്താവെ, സകലവും ദോഷത്തിനും മൂലമായ സംഹാരനാശങ്ങൾ കൊടുക്കുന്ന മോഢ്യമായ കാര്യങ്ങൾക്ക് അടിമയാക്കുന്ന അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി നാഥാ, ഞങ്ങൾ നശിച്ച് മറ്റനേകരെ നശിപ്പിച്ച് തകർന്നു പോകാതെ വേണം ഞങ്ങളുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ സഹായിക്കണമേ. ദിവസമുണ്ട് പൗലോസ് പറഞ്ഞതുപോലെ അത് വിട്ടോടി നീതിയും ക്ഷമയും ഒക്കെ വിശുദ്ധിയും ഒക്കെ തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.